അമ്പലത്തിന്റെ അകത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ കുളി കഴിഞ്ഞ് എന്നാലും സ്ത്രീകൾ മുങ്ങിക്കുളിച്ച് സ്ത്രീകളുടെ ശരീരം കൃത്യമായി അമ്പലത്തിലെ ആളുകൾക്ക് കാണുന്ന പോലെ പ്രകടിപ്പിക്കണം. അതാണ് ഇവരുടെ അഭ്യാസം. പറഞ്ഞതാരാ? ശ്രീമതി ടീച്ചർ. ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. രണ്ടാമത്, NSS ഇതിനെ എതിർക്കുന്നു. NSS മാടമ്പികളുടെ കൂടെ പോകേണ്ട ഗതികേടൊന്നും CPM-നില്ല. മാടമ്പിത്തരമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. പറഞ്ഞതാരാണ്? കോടിയേരി ബാലകൃഷ്ണൻ. പുനഃപരിശോധനാ ഹർജിയെക്കുറിച്ച് ഞങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനവുമില്ല. ഞങ്ങൾ പരിപൂർണമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകും. പറഞ്ഞതാരാണ്? പിണറായി വിജയൻ. യുവതികൾ കയറിയിരിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ ബ്രഹ്മചാര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓൻ കല്യാണം കഴിക്കണം. പറഞ്ഞതാരാ? M സ്വരാജ്. കടുക്കവെള്ളം കുടിപ്പിക്കണം അയ്യപ്പനെ പെണ്ണുങ്ങളെ കണ്ടാൽ വികാരം കൂടുന്നുണ്ടെങ്കിൽ. പറഞ്ഞതാരാ? TN സീമ. അതേപോലെ തന്നെ 10,000 പേരിരിക്കുന്ന കല്യാണത്തിൽ ഒരുതൻ അടിവസ്ത്രം ഇടാതെ വന്ന് കൈകൊണ്ട് കാലോണ്ട് കലാശം കാണിക്കുന്ന പൂജാരി പ്രവർത്തനം, അവനെയൊക്കെ അടിക്കുകയാണ് വേണ്ടത്. പറഞ്ഞതാരാണ്? K സുധാകരൻ, CPM-ന്റെ. രണ്ടാമത്, ഇതൊക്കെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് അയ്യപ്പ ഭക്തിമൂത്ത് അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നതെങ്കിൽ ഇവരുടെ ഇരട്ടത്താപ്പിനെ മനസ്സിലാക്കി പോടെ. ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യാൻ, ഈ കള്ളത്തരം ചോദ്യം ചെയ്യാൻ BJPക്കും സംഘപരിവാറിനും മാത്രമാണ് അവകാശമുള്ള കാര്യമേ ഒരു സംശയമില്ല. അവരാ അടികൊണ്ടത്, ആ അമ്മമാരാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തത്, ആ പാവം BJPക്കാരാണ് ജയിലുകളിൽ കിടന്നത്. ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്. ഇവർ നടത്തിയ ഈ സകലതര വേട്ടത്തരങ്ങളൊക്കെ എതിർത്തത് അവരാണ്.